മെട്രോ ഫിലിം സൊസൈറ്റിയും ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ ഭീമും ചേർന്നാണ് ഇന്നിവിടെ നളിനകാന്തി പ്രദർശിപ്പിച്ച് കഴിഞ്ഞത്. അതിനുശേഷമുള്ള സംവിധായകനുമായിട്ടുള്ള അഭിമുഖമാണ് ഇനി നടക്കാൻ പോകുന്നത്. 2018 സുസ്മേഷിൻ്റെ പത്മിനി എന്ന സിനിമ ഇവിടെ ഇതേ തിയേറ്ററിൽ നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നു. അതിനുശേഷം അതേപോലെ തന്നെ ഒരു ഓപ്പൺ ഫോറം പോലെ ഉള്ള ഒരു അഭിമുഖവും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സുസ്മേഷ് ആ സിനിമയുടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് സുസ്മേഷ് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ബയോപിക് സിനിമയായ നമ്മുടെ സാഹിത്യ തറവാടെന്ന് പറയുന്ന പോലെ അതിലെ ഏറ്റവും മുതിർന്നൊരു കാരണവരായ കഥാകൃത്തായ എല്ലാവർക്കും സുപരിചിതനായ എല്ലാവരും ആദരിക്കുന്ന ടി പത്മനാഭനെക്കുറിച്ചുള്ള സിനിമയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആ സിനിമയെപ്പറ്റിയും ആ സിനിമയിൽ ആസ്പദമായ കാര്യങ്ങളെപ്പറ്റിയും പൊതുവിൽ ഒരു കഥാകൃത്തിനെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ തുടർന്ന് സംവിധായകനും ആയിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കും. അതിൽ എനിക്ക് സ്വാഗതം പറയുമെന്നാണ്. ആദ്യമായി ഞങ്ങൾ ഇവിടെ ഈ പരിപാടി ഇങ്ങനെ സാധാരണഗതിയിൽ മെട്രോ ഫിലിം സൊസൈറ്റി സാധാരണ ഒരു ഒറ്റക്കാണ് ഓരോ സിനിമ സ്ക്രീനിങ് സംഘടിപ്പിക്കുന്നത്. ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ ബാങ്ക് എംപ്ലോയീസും കൂടി വന്നു എന്നത് വലിയ സന്തോഷകരമായ കാര്യമാണ്. അത് തുടർന്നുള്ള നമുക്ക് ഈ നഗരത്തിൽ നടത്താൻ പോകുന്ന സിനിമ പ്രദർശനങ്ങൾക്ക് ഞങ്ങൾക്കൊരു പിന്തുണയാകും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ബാങ്ക് പ്രതികരിച്ച് വന്നിരിക്കുന്ന രവിചേട്ടനെ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ കാർത്തിക് ഈ സിനിമയിലെ അഭിനേതാവാണ്. സിനിമ കണ്ടവർക്കെല്ലാം അറിയാം. കാറ് ഓടിച്ചു വരുന്ന അല്ലെങ്കിൽ മിനിമോളായിട്ടുള്ള ഈ നോവലിൻ്റെ അല്ലെങ്കിൽ നോവലിസ്റ്റിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ഒരു ആള് ആ ടി പത്മനാഭനെ എങ്ങനെ കാണുന്നു എന്നതാണ് ആ സിനിമയിൽ വരുന്ന നിൽക്കുന്നത്. അപ്പോൾ കാർത്തികിന് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി രംഗനാഥ് രവി സൗണ്ടിൻ്റെ കാര്യത്തിലാണ്. അത് ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ പ്രദർശിപ്പിച്ചത് നമ്മളുടെ പ്രൊജക്ടർ വെച്ചാണ്. അത് DCP ഫോർമാറ്റിലേക്ക് ആയിരുന്നെങ്കിൽ വളരെ അതിൻ്റെ സൗണ്ട് വളരെ കൃത്യമായിട്ട് വന്നേനെ. പക്ഷെ നമ്മൾക്ക് ഇവിടെ DCP അങ്ങനെ ഓപ്പൺ DCP ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം ഇവിടെ ഇല്ല, ഈ തിയേറ്ററിലില്ല. അത് ക്യൂബിൻ്റെ പ്രൊജക്ടർ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ടൈം ഔട്ടായി പോയി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് അത് നമ്മൾ ഇവിടെ നിന്ന് ലൈൻ ഔട്ട് എടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നം ഉണ്ടായിരുന്നു. അത് വന്നതിൽ സാധാരണ അങ്ങനെ വരാറില്ല. ഇപ്രാവശ്യം ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നു. അതിൽ ഞാൻ ക്ഷമിക്കുന്നു. അപ്പോൾ രംഗനാഥ് രവിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നമുക്ക് തുടർന്നുള്ള ചർച്ചയിലെല്ലാം പങ്കെടുക്കാം. എല്ലാവർക്കും ഈ സിനിമ കണ്ട എല്ലാവർക്കും ഇനിയുള്ള നമ്മളുടെ ഈ ഡിസ്കഷനിൽ പങ്കെടുക്കാനിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയരെ, ഞാൻ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ് രാജേശ്വരി. ഞാനും ഒരിക്കൽ കൂടി നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നമുക്ക് സാങ്കേതികമായ തടസ്സങ്ങൾ സംഭവിച്ച് ചെറിയ സമയനഷ്ടം ഉണ്ടായി. അതിന് നിർവ്യാജമായി ക്ഷമ ചോദിക്കുന്നു. നളിനകാന്തി നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു. നമുക്ക് ടി പത്മനാഭൻ്റെ കഥകളിലൂടെ ഒരു സഞ്ചാരം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ, അദ്ദേഹം എങ്ങനെയാണ് പല കാര്യങ്ങളെ നോക്കി കാണുന്നത്, ഇവിടെ ഒരു ഫർണിച്ചറിൻ്റെ കാര്യത്തിൽ പോലും അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യം സംവിധായകനെ തന്നെ ആ സിനിമയുടെ പുറകിലുള്ള എഫർട്ടുകളെ കുറിച്ച് സംസാരിക്കാനായിട്ട് സംവിധായകൻ സുസ്മേഷ് ചന്ദ്രത്തിനെ സാദരം ക്ഷണിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാനുള്ള സമയമാണ്. അതിനുശേഷം അദ്ദേഹം മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക. നമസ്കാരം. ഞാൻ ഈ പടം കണ്ടിറങ്ങിയപ്പോൾ തന്നെ സുസ്മേഷിനോട് കാര്യം സൂചിപ്പിച്ചിരുന്നു. ഒന്ന് രണ്ട് നെഗറ്റീവ് അല്ല, പക്ഷേ ലാഗ് ഫീൽ ചെയ്ത ഒന്ന് രണ്ട് സീനാണ്.
അതായത് അവരുടെ ഹൗസ് മെയ്ഡിന് ചെയ്ത കുറച്ച് ഫിനാൻഷ്യൽ ഹെൽപ്പിനെ കുറിച്ചൊക്കെ വളരെ പരത്തി പറഞ്ഞില്ലേ എന്നൊരു സംശയം അതിനകത്തുണ്ടായിരുന്നു. ഞാനിത് തുടക്കം പറയുന്നില്ല, മറന്നു പോകാതിരിക്കാൻ വേണ്ടി തുടക്കത്തിൽ പറഞ്ഞിട്ട് എൻ്റെ മെറിറ്റിലേക്ക് വരാം. പിന്നീട് ചില സീനിലുള്ള ലാഗിങ്ങിനെ കുറിച്ചും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹവർ കൺഗ്രാജുലേഷൻസ് സുസ്മിഷ ആൻഡ് ക്രൂ, നല്ലൊരു പടം. ടി പത്മനാഭൻ ഹലോ പത്മനാഭൻ സാറിൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒന്ന് രണ്ട് കഥകൾ എഴുതുന്ന ഇന്നത്തെ ആധുനിക തലമുറയിൽപ്പെട്ട എഴുത്തുകാരുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കഥകളൊക്കെ ഹിറ്റാകുകയും കുറച്ച് റോയൽറ്റിയൊക്കെ കിട്ടി വരുമ്പോഴത്തേക്കും ലൈഫ് സ്റ്റൈൽ മാറ്റുന്ന ആളുകളുണ്ട്. ഭയങ്കരമായിട്ട് എക്സ്പോഷർ ആകാൻ വേണ്ടി സെൽഫ് മാർക്കറ്റിംഗ് ഒക്കെ നടന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായ ഒരാളായിരുന്നു ടി പത്മനാഭൻ സാർ എന്നുള്ളത് ഈ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ ഈ നേരത്തെ മാഡം സൂചിപ്പിച്ച ഫർണിച്ചറിൻ്റെ കാര്യത്തിലും ജീവിതത്തിൽ ഉള്ള ലാളിത്യത്തെക്കുറിച്ചൊക്കെ. പിന്നെ അഭിനേതാക്കളൊക്കെ വളരെ മിതത്വം പുലർത്തി, അവരെ ഒന്നും സംവിധായകൻ കയറൂരി വിടാതെ സൂക്ഷിച്ചു എന്നുള്ളതാണ് ഉണ്ട്. പക്ഷേ ആ നറേറ്ററുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ യുവതലമുറയിലെ ലൈബ്രറിനെ കുറിച്ചാണോ അങ്ങനെ ഒരു പ്രശ്നം ഒരു നറേറ്റർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഉണ്ട്. അപ്പോൾ എന്തായാലും അത് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. കാരണം ഈ ടി പത്മനാഭൻ്റെ കഥകൾ ഒരുപക്ഷെ യുവതലമുറയിലേക്ക് അവരിലേക്കൊരു താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും കൂടുതൽ പറയുന്നില്ല, നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ട് സംശയങ്ങൾ എനിക്കുണ്ടായത് ആ ലാഗിങ്ങിനെ കുറിച്ചാണ്. അതൊന്ന് ക്ലാരിഫൈ ചെയ്തതിന് സന്തോഷമായിരിക്കും. ഈ ബയോപിക് എന്ന് പറയുന്നത് യൂഷ്വലി ഫോർ എക്സാമ്പിൾ എനിക്ക് ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിന് മുന്നേ മലയാളത്തിലൊരു ബയോപിക് കണ്ടിട്ടുള്ളത് ആമി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ഏത് മേഖലയിലുള്ള ഒരാളുടെയും ബയോപിക് ചെയ്യുമ്പോൾ ഡേറ്റ കുറേ അവൈലബിൾ ആയിരിക്കും, ഇൻഫൈനിറ്റ് ഓഫ് ഡേറ്റ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ടി പത്മനാഭൻ്റെ ബയോപിക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുതിയ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ, അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡേറ്റ, ഒരുപാട് ഡേറ്റ കിട്ടും. ഈ ഡേറ്റ എല്ലാം കൂടെ സിനിമയിലാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്, സിനിമാറ്റിക്കായിട്ടാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ കൊണ്ടുവരുമ്പോൾ അത് വല്ലാണ്ട് ഡ്രൈ ആയി പോകും ചിലപ്പോൾ ചെയ്തു പോകുമ്പോൾ. എല്ലാം പറയാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വല്ലാതെ എന്നാൽ പിന്നെ നമുക്ക് അതൊരു പുസ്തകമാക്കി എഴുതിയാൽ പോരെ എന്നൊരു തോന്നൽ വരും. അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർസെപ്ഷനിൽ അതിനെ പറ്റിയൊരു മാഷിനെ പറ്റി എഴുതിയാൽ പോരെ എന്ന് തോന്നിപ്പോകും. സിനിമയുടെ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ രംഗനാഥ് രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സൗണ്ട് ഡിസൈനറാണ്. പിന്നെ സുദീപ് പലനാട് മ്യൂസിക്, വളരെ നല്ല മ്യൂസീഷ്യനാണ് അയാൾ. അദ്ദേഹം നന്നായിട്ട് മ്യൂസിക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പിന്നെ ക്യാരക്ടേഴ്സ് വളരെ കുറവാണ്. ഒരു ബയോപിക് ചെയ്യുമ്പോൾ ക്യാരക്ടേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, സൗണ്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്ന് പറയുന്നത് ആ പേഴ്സണെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പേഴ്സണാണ് ഇപ്പോൾ മാഷിന് പകരം വേറൊരാളെ അവിടെ കൊണ്ടുവന്ന് ആക്ട് ചെയ്യാൻ കൊണ്ടുവരാൻ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി തന്നെ അത് കൺസീവ് ചെയ്യാൻ. ഇത് മാഷി തന്നെ വന്നിട്ടുണ്ട്, സോ അധികം ബുദ്ധിമുട്ട് തോന്നിയില്ല അത് കൺസീവ് ആവാൻ. ആ ഇമോഷൻസ് ഭയങ്കര പ്യുവറായിട്ട് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇമോഷൻസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ കിട്ടി ഈ സിനിമ കാണുമ്പോൾ. നല്ല രസമായിരുന്നു അത്. പിന്നെ നിങ്ങളുടെ അനുമോളുടെയും കാർത്തികൻ്റെയും ക്യാരക്ടേഴ്സ് ഒരു വായനക്കാരൻ്റെ അനുഭവം ഉണ്ടല്ലോ, വായനക്കാരന് കിട്ടുന്ന അനുഭവം ഉണ്ടല്ലോ, അത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആക്ട് ചെയ്തിട്ട് കാർത്തിക് ചെയ്തിട്ടുള്ളതെന്ന് ഭയങ്കര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, വായിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റ്, അതൊക്കെ നല്ല രസമായിരുന്നു. മേക്കിംഗ് സൂപ്പറായിരുന്നു. മലയാള സാഹിത്യത്തിൽ ആമുഖങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു എഴുത്തുകാരനാണ് ടി പത്മനാഭൻ. ഞാൻ കോളേജിലായിരുന്ന സമയത്താണ് ടി പത്മനാഭനെ ആദ്യമായിട്ട് വായിക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിലും നമ്മളതുവരെ വായിച്ച് ശീലിച്ച കഥകളിൽ കണ്ടുവന്നിട്ടുള്ള ഭാഷ കൊണ്ടുള്ള ഗിമ്മിക്കുകളോ അല്ലെങ്കിൽ ആഖ്യാനങ്ങളിലുള്ള കുറേ പലതരത്തിൽ ആഖ്യാനങ്ങൾ
നെയ്തെടുത്ത് വായനക്കാരനെ കൺഫ്യൂഷനാക്കി അത്തരത്തിലുള്ള ഒരു ആഖ്യാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ പത്മനാഭൻ്റെ കഥകളിലേക്ക് കടക്കുമ്പോൾ, ഇപ്പോൾ ഗൗരിയാണെങ്കിലും മകൻ സിംഗിൻ്റെ മരണമാണെങ്കിലും കടയനെല്ലൂരിലെ ഒരു സ്ത്രീ, പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, നമ്മളതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഭയങ്കര ഒരു നനവോടുകൂടി നമുക്ക് അതിലെ അക്ഷരങ്ങളിലൂടെയും ഇമോഷനിലൂടെയും നമുക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ട്. എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം അതിന്ന് വ്യതിചലിക്കാതെ കറക്റ്റായിട്ട് കഥ പറയാനുള്ള ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞ മീഡിയത്തിൽ നിന്നുകൊണ്ട് തന്നെ കഥ പറയുന്ന, അതിന് കൂടുതലോ കുറവോ അല്ലാതെ അളന്നു മുറിച്ച് കഥ പറയുന്ന കഥാകൃത്താണ് ടി പത്മനാഭൻ. അപ്പോൾ അദ്ദേഹത്തെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പല മീഡിയത്തിലൂടെ നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റും, ആർട്ടിക്കിളാണെങ്കിലും എന്ത് തരം മീഡിയ ആണെങ്കിലും. പക്ഷെ അതിലുപരി അദ്ദേഹത്തിൻ്റെ മലയാള സാഹിത്യത്തിൽ ഇത്രയും മുതിർന്ന ഒരു സാഹിത്യകാരനെ ഡോക്യുമെൻ്റ് ചെയ്യാൻ സിനിമ എന്ന് പറഞ്ഞ മീഡിയം തിരഞ്ഞെടുത്തത് തന്നെ സുസ്മേഷ് ചേട്ടന് ഭയങ്കര ഒരു കയ്യടി അറിയിക്കുന്നുണ്ട്. കാരണം നമ്മളെത്ര വാക്യങ്ങളിലൂടെ നമ്മൾ വായിക്കുന്ന ഒരു സാധനത്തിനപ്പുറം ഒരു ദൃശ്യത്തിന് നമ്മളെ സ്വാധീനിക്കാൻ കഴിവുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള പത്മനാഭൻ കാർക്കശ്യക്കാരനായ അല്ലെങ്കിൽ ഭയങ്കര ഗൗരവമുള്ള ഒരു ടി പത്മനാഭനെയാണ് കഥകൾക്കപ്പുറം നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത്. ഞാൻ ചിലപ്പോൾ അതെൻ്റെ പരിമിതി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ടി പത്മനാഭൻ എന്ന വ്യക്തിയിലേക്കുള്ള എൻ്റെ ആക്സസ് കുറവുള്ളതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറം സിനിമ എന്ന് പറഞ്ഞ മീഡിയത്തിലേക്ക് വന്നിട്ട് ടി പത്മനാഭൻ്റെ ജീവിതം വരച്ചിടുമ്പോൾ നമുക്കതിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് ടി പത്മനാഭൻ എന്നുള്ള വ്യക്തി എഴുത്തുകാരനതിനപ്പുറം വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം എങ്ങനെ ആയിരുന്നു എന്നുള്ളതും എങ്ങനെയാണ് അദ്ദേഹം എന്നുള്ളതും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലെ ഇൻഡി ഡോഗ്സിനോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്പാഷൻ ആണെങ്കിൽ പോലും അതൊന്നും നമുക്ക് കഥകൾക്കപ്പുറം കിട്ടുന്ന സാധനമാണ്. അത് ദൃശ്യം എന്ന് പറയുന്ന ഈ ഒരു വിഷ്വൽ മീഡിയയിലൂടെ നമുക്കത് കിട്ടുമ്പോൾ ടി പത്മനാഭനെ വായിച്ചിരുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ആർക്കായാലും അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഉദ്യമം മലയാളത്തിലിപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ബെഞ്ച് മാർക്ക് പോലെ ഇന്ന ഓക്കെ ടി പത്മനാഭൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു റെഫറൻസ് പോലെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്നൊരു വർക്ക് കൂടിയാണ് ഇപ്പോൾ നളിനകാന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വർക്ക്. അപ്പോൾ എനിക്ക് വേറൊരു ചോദ്യം എന്നുള്ളത് സുസ്മേഷനോട് ചോദിക്കാനുള്ളത്, ഇപ്പം 1948 കഥ എഴുതി തുടങ്ങിയ ആളാണ് ടി പത്മനാഭൻ. സുസ്മേഷനാണെങ്കിൽ ഈ കാലത്ത് നമ്മുടെ തലമുറയിൽ എഴുതുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഈ ഒരു തലമുറ വ്യത്യാസവും ഇതെല്ലാം കൂടി വരുമ്പോൾ ഇങ്ങനൊരു സിനിമ അല്ലെങ്കിൽ ഒരു ബയോപിക് അല്ലെങ്കിൽ ഒരു ഡോക്യു ഫിക്ഷൻ എന്നുള്ള ഒരു തോട്ട് ആദ്യം വന്നത് എങ്ങനെയാണ്, പിന്നെ അതിലേക്ക് കടന്നപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സിനിമ കുറച്ചുകൂടി പറയണമായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വിട്ടുപോയിരുന്ന എന്തെങ്കിലും ഭാഗങ്ങളുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ അതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ രംഗനാഥ് രവി, പിന്നെ അഭിനയിച്ച അനുമോൾ, കാർത്തിക്, ക്യാമറ ചെയ്ത മനേഷ് മാധവൻ വളരെ ഭംഗിയായിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഡോക്യു ഫിക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും, കാണണോ വേണ്ടയോ എന്നുള്ളൊരു എപ്പോഴും ഒരു ഓക്കെ വേണോ വേണ്ടോ എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ളൊരു ഇതുണ്ട്. പക്ഷേ നളിനകാന്തി അങ്ങനെയൊരു അല്ല, അങ്ങനെയുള്ളൊരു സംഭവം അല്ല അത്. സിനിമ അതിലുടനീളം മഴയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. ആ ഒരു മഴയുടെ നനവ് തന്നെയാണ് നമുക്ക് അത് കഴിഞ്ഞിറങ്ങുമ്പോഴും കിട്ടുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ടി പത്മനാഭൻ എന്നുള്ള വ്യക്തിയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ളൊരു നല്ലൊരു റെഫറൻസ് കൂടിയാണ് ഈ ഒരു വർക്ക്. എന്തായാലും അഭിനന്ദനം അറിയിക്കുന്നു. ചെറുതായിട്ടൊന്ന് ലാഗടിച്ചെങ്കിലും വളരെ നല്ലൊരു ഉദ്യമമായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എന്നെ പേഴ്സണലി കുറേ ഓർമ്മകളിലേക്കുണ്ട്. ഞാൻ എൻ്റെ അമ്മാവൻ FSCTയിലാണ് വർക്ക് ചെയ്തിരുന്നത്, അമ്പലമേട്. അപ്പോൾ ഞങ്ങളുടെ വെക്കേഷൻ ചിലവഴിച്ചിരുന്ന സ്ഥലമാണത്. അപ്പോൾ അവിടെ വെച്ച് എന്നെ ഇദ്ദേഹത്തിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ അമ്മാവൻ്റെ മക്കൾ കൊണ്ടുപോകും, ഒരിക്കലും കണ്ടിട്ടില്ല, ഒരു വിഷമമുണ്ടായിരുന്നു. അല്ല അങ്ങനത്തെ ചില ഓർമ്മകൾ വന്നു എന്ന് പറയുന്നത്. അതുമാതിരി കല്ലന്മാർത്തൊടി എന്ന വീട്ടുപേര് പറയുമ്പോൾ കല്ലന്മാർത്തൊടി രാവുണ്ണിമേനോൻ മഹാനായ ഒരു കവി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ജസ്റ്റിസ് KT ശങ്കരൻ സാറിനെ
ഞാൻ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ സാറിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു അദ്ദേഹം കല്ലന്മാർ തൊടിയിലെയാണെന്ന്. അപ്പം അങ്ങനെ ചില ഓർമ്മകളൊക്കെ ഉണർന്നു. ഉണ്ടാക്കിയ ആ കുട്ടിക്കാലത്തെ വെക്കേഷനൊക്കെ ഓർമ്മ വന്ന ഒരു ചിത്രം കൂടിയാണ് എന്നെ സംബന്ധിച്ചത്. പിന്നെ നന്നായിരുന്നു, എനിക്ക് പാട്ടുകൾ വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ വിഷ്വൽസ്, കടലിൻ്റെ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അഭിനന്ദനങ്ങൾ. എൻ്റെ പേര് മുരളി എന്നാണ്. പത്മനാഭൻ സാറുമായിട്ട് വളരെ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും, ഈ പല വേദികളിലും വെച്ചു. അപ്പോൾ ഏതായാലും സംവിധായകനെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. കാരണം പുള്ളിയുടെ യഥാർത്ഥ രൂപം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് അതിൽ കൂടി വരച്ചാണിക്കാൻ കഴിഞ്ഞു. യാതൊരു റീടേക്കും ഇല്ലാതെ ശരിക്കും നേരെ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത്. വളരെ നേരെ ചെയ്തിട്ടുണ്ട്. സംഭാഷണങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുന്നൊക്കെ കാണുന്നത് അത് തന്നെയാണ്. പിന്നെ അതിൽ ഇവിടെ ചെന്ന് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ എനിക്കായിട്ട് തോന്നിയത് എൻ്റെ എഡിറ്റിങ്ങിൻ്റെ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിന് കണ്ടിന്യൂഷൻ കിട്ടാതെ വന്നേക്കുന്ന ഒരു കാരണം അതാണ്. പല ഡയലോഗുകളും അവിടെ നിന്ന് തോന്നിയിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ സംവിധാനം സംബന്ധിച്ച് ഇത് വളരെ കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന് കുറച്ച് എടുത്തിട്ട് കാണിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കുറേ അധികം എടുത്തിട്ടുണ്ടാവണം, അതിന് കുറച്ച് അതിൽ എടുത്ത് കാണിച്ചിട്ടുള്ളൂ. പക്ഷേ വളരെ എന്താണ് പത്മനാഭൻ എന്നുള്ളത് കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്, അത് സമ്മതിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിൽ പങ്കെടുത്ത ഈ കുട്ടികളായാലും അതിൻ്റെ മറ്റുള്ള ഇതായാലും ഒക്കെ വളരെ ഭംഗിയായിട്ട് അതിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം കൂടി പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൽ നൈറ്റ് കോൾ എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ജൂറിയും കൂടി ആയിരുന്നു. ഞാൻ അനൗദ്യോഗിക ജൂറിയും കൂടി ആയിരുന്നു. ഞാനത് കണ്ടപ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്തൊരു സിനിമയാണ്. ഒരേ ഒരാൾ അഭിനയിച്ച സിനിമ കണ്ടു കാണും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി ആളുകൾ കൂടുതൽ വെച്ചിട്ടാണെങ്കിലും ഒരു കണ്ടിന്യൂഷൻ കിട്ടിയിട്ടുണ്ട് ആ സിനിമക്ക്. പത്മനാഭൻ എന്താണെന്നുള്ളത് കാണാനായിട്ട് നമുക്ക് സത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. സംഗീതം ഗംഭീരമായിട്ടുണ്ട്, ഗാനാലാപനം ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയാം. ഷിബു ചക്രവർത്തിയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്നതാണ്. നന്നായി, താങ്ക് യു. ടി പത്മനാഭനെ പറ്റി പറയുകയാണെങ്കിൽ 25 വർഷത്തോളം അപ്പുറം ഞങ്ങൾ എൻ്റെ ബോസായിരുന്നു അങ്ങൂര്. ഞങ്ങൾ അങ്ങൂരുമായിട്ട് സംസാരിക്കാനായിട്ട് പല കാര്യങ്ങളും സഹായിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ഈ കൂട്ടുകാരും ഒക്കെ അടുത്തടുത്താണ് താമസിച്ചിരുന്നത്. അങ്ങൂരെ അന്ന് കണ്ട ഒരുപാട് കഥകൾ ഞങ്ങൾ വായിച്ചിട്ടുമുണ്ട്. അന്ന് അമ്പലമുകളിൽ ഇരിക്കുന്ന കാലത്ത് തന്നെ ആ പ്രകൃതി ഭംഗികളെ പറ്റിയിട്ടും ഒക്കെ പല കഥകളിലും കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇന്നിപ്പോൾ അങ്ങോട്ട് പറഞ്ഞ മാതിരി 90 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ ഇന്ന് ആരെങ്കിലും എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരമായില്ല. 90 വയസ്സല്ല, അങ്ങോട്ട് അതിലപ്പുറം വയസ്സിലേക്ക് ഇരുന്നാലും ഇനിയും അങ്ങോട്ട് നല്ലോണം കഥകൾ എഴുതാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ ആശംസിച്ചു നിർത്തുന്നു. അല്ല, നന്നായിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പ്രത്യേകിച്ചും ഇത് പത്മനാഭനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തിലും പറഞ്ഞിരിക്കുന്നത്. ഇതിനു വേണ്ടി പ്രത്യേകം പറഞ്ഞാണ്. പത്മനാഭൻ പറയാനിടയില്ലാത്തതായ ഒന്നും അതിനകത്തിലില്ല. പക്ഷേ ഒരു മിസ്സിങ് ഉണ്ട്. ഈ മരപ്പാവുകളും ഓട്ടുരുളിയൊക്കെ വായിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഈ കുറച്ച് പഴയ കാര്യമാണ്. അപ്പോൾ ഇതിനൊരു മരപ്പാവുകൾ നല്ല കഥയാണ്, ഓട്ടുരുളി നല്ല കഥയാണ്, വെള്ളപ്പൊക്കത്തിൽ നല്ല കഥയാണ്, മഹൻ സിംഗിൻ്റെ മരണം നല്ല കഥയാണ്, കുട്ടിയടത്ത് നല്ല കഥയാണ്, കൊച്ചു തിരുമേനി നല്ല കഥയാണ്. അപ്പോൾ ഈ കഥ, പക്ഷേ ആ കഥകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്. അതായത് കഥകളുടെ സ്വഭാവത്തിലും അത് ആസ്വദിക്കുന്ന രീതിയിലും ഞാൻ പറഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞ ഒരു ഭാവുകത്വ പരിണാമമാണ് പത്മനാഭൻ തൊട്ടുള്ളവർ തുടങ്ങിയത്. അതിനെക്കുറിച്ചും പത്മനാഭൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും അത് വായിച്ചിട്ട് മനസ്സിലാവില്ലേ, വായിച്ചിട്ട് ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ എല്ലാവർക്കും വേണ്ടിയല്ല ഞാൻ എഴുതുന്നത്, ഇത് വായിച്ചാൽ മനസ്സിലാവുകയും ആസ്വദിക്കാൻ കഴിയുന്ന കുറച്ച് പേർക്ക് വേണ്ടി മാത്രമാണ് എഴുതുന്നതെന്ന് പറഞ്ഞ ആളാണ് പത്മനാഭൻ. ആ ഒരു ലിങ്ക് മിസ് ചെയ്തതായിട്ട് തോന്നി. ഇപ്പം അത് വെറുതെ സുസ്മേഷിൻ്റെ വിരോധം വാങ്ങിച്ചു നോക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ സുജാതയോട് പറഞ്ഞു. അതല്ല, എന്നാലും പറയാനുള്ളത് പറയണം എന്ന് പറഞ്ഞു. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതും കൂടെ പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട് സിനിമ. പക്ഷേ ഇതൊരു അതായത് ഈ ഭാവുകത്വ പരിണാമമാണല്ലോ മറ്റേ ഈ പഴയ കഥാകാരന്മാർ, നവോത്ഥാന കഥാകാരന്മാരിൽ നിന്ന് ടി പത്മനാഭനും എം ടി വാസുനാരും എൻ മോഹനും മാധവക്കുട്ടി, അത് അവർ 4 പേരെയാണ് ഞങ്ങളാദ്യം, പിന്നീട് മറ്റു പലരും വന്നു അതിനകത്ത്. അവരുമായിട്ട് അവർ 2 കൂട്ടരും നല്ല നമ്മളെ ആകർഷിച്ച സാഹിത്യകാരന്മാരാണ്. പക്ഷേ അതിന് രണ്ടിൻ്റെയും സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ള എം ടി ഒന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, മാധവക്കുട്ടിയും പറഞ്ഞിട്ടില്ല, മോഹൻ സാർ ഒട്ടും പറഞ്ഞിട്ടില്ല.
പക്ഷേ പത്മനാഭൻ അതും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇത് വായിച്ചാൽ മനസ്സിലാവുന്നവർക്ക് വേണ്ടി, വായിച്ചാൽ ആസ്വദിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കഥ എഴുതുന്നത്, അല്ലാത്തൊരു വായിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞാണ്. പിന്നെ ഒരു അനുഭവം കൂടെ പത്മനാഭൻ്റെ ഞാൻ പറയാം, എല്ലാവർക്കും അത് അറിയാൻ വയ്യായിരിക്കും. ഒരു 1961-62 മറ്റോ ഒരു വലിയ ഇന്ത്യൻ പ്രസിഡൻ്റ് ഒന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു സാഹിത്യ പരിഷത്ത് സമ്മേളനം നടന്നു തിരുവനന്തപുരത്ത്. ഇന്ന് ഞാനൊക്കെ അത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലമാണ്. അപ്പോൾ അന്ന് വരാതിരുന്നത് ജി ശങ്കരക്കുറുപ്പ്, വൈലോപ്പള്ളി, ടി പത്മനാഭൻ, എം ടി വാസുദേവൻ, ഇങ്ങനെ 3-4 പേര് മാത്രമാണ്. ബാക്കി എല്ലാവരും മലയാളത്തിലെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ പത്മനാഭൻ പറഞ്ഞ കാര്യം, തനിക്ക് അയച്ചു കൊടുത്ത പൈസ, അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത പൈസ കണ്ണൂരിൽ നിന്ന് 1-ാം ക്ലാസ്, അന്ന് AC ഒന്നുമില്ല, വിമാന സർവീസില്ല, 1-ാം ക്ലാസ് ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് വന്നിട്ട് പോകാൻ ഉള്ള തികയൊന്നുമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാനും എൻ്റെ അച്ഛനും ഒക്കെ, അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ തന്നെയാണ്, ഞാനും എൻ്റെ അച്ഛനും ഒക്കെ 1-ാം ക്ലാസ്സിലാണോ സഞ്ചരിക്കുന്നത്? അല്ല, ഞങ്ങൾ 1-ാം ക്ലാസ് സഞ്ചരിച്ചിട്ടേ ഇല്ല. പക്ഷേ ഒരു സാഹിത്യകാരനെങ്കിലും 1-ാം ക്ലാസ്സിൽ സഞ്ചരിക്കാനുള്ള പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്കും കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ വരില്ല. അത് ഇപ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ആദ്യം പറഞ്ഞത് ഒരു ചെറിയ പോരായ്മയാണെന്ന്. അതിപ്പോൾ ഇനിയിപ്പോൾ അത് തിരുത്താൻ നോക്കത്തില്ല, അത് പക്ഷെ അത് സൂചിപ്പിച്ചെന്ന് മാത്രം. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്, പ്രതീക്ഷേനേക്കാളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. എൻ്റെ പേര് വേണുഗോപാലൻ. ഞാൻ ഫാക്റ്റിൽ ടി പത്മനാഭൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ്, വളരെ അടുത്ത് അറിയുന്ന ആളാണ്. അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരു ബയോപിക് എടുത്ത ശ്രീ സുഷ്മേഷ് ചന്ദ്രബോസിനെ ആദ്യമായി അഭിനന്ദിക്കുന്നു. നല്ല ഒരു ഇത്, കാരണം പ്രത്യേകിച്ച് മലയാളത്തിലുള്ള മുതിർന്ന എഴുത്തുകാരിൽ എപ്പോഴും ഒരു ക്രിറ്റിസിസത്തിന് ഇടവരുന്ന ഒരാളാണ് ടി പത്മനാഭൻ. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അതായത് അതിൽ പറയുന്നുണ്ട്, ഞാനിവിടെ വലിയ പരുക്കനാണെന്ന് തോന്നും, പക്ഷേ ആൾ വളരെ സിമ്പിളാണ്. അത് അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയാം. അത് വേറെ രീതിയിൽ ഇതിൽ പറയുന്നുണ്ട്. അത് എടുത്ത് കാണിച്ചത് നന്നായി. പിന്നെ ഒരു ചെറിയൊരിത് എനിക്ക് പറയാനുള്ളത്, ടി പത്മനാഭൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു കഥ ഉണ്ട്, സാക്ഷി. അത് പ്രകൃതിയെ നശിപ്പിക്കാൻ ഇടവരുത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടി വന്നു. പക്ഷേ പ്രകൃതിയോട് സ്നേഹം, അതിനെപ്പറ്റി ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് വിട്ടുപോയി. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, ഒരുപാട് നല്ല കഥകൾ എഴുതിയതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇതായിരുന്നു, അത് വിട്ടുപോയി. അത് കുഴപ്പമില്ല, പറയാമെന്ന്. ഏതായാലും നല്ലൊരു ഉദ്യമം, വളരെ നന്നായി. ഓൾ ദ ബെസ്റ്റ് ടു യു. അപ്പോൾ ഞാനും ഒരു FICT-കാരനാണ്. ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകൻ നല്ല വളരെ ബഹുമാനരായ ആ കഥാകാരൻ്റെ കൂടെ ജോലി ചെയ്തവരാണ്. അപ്പോൾ കമ്പനി എന്ന് പറയുമ്പോൾ ഒരു യന്ത്രവുമായി മല്ലടിക്കുന്ന ഒരു ജീവിതമായിരുന്നു. പ്രത്യേകിച്ച് എവിടെ അമ്പലമേട്, ഞാൻ പീടിയിലായിരുന്നു. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ആ വലിയ കഥാകാരൻ്റെ ജീവിതവുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒരു സിനിമയാണ്. അതിനോട് നീതി പുലർത്താൻ തീർച്ചയായിട്ടും സുസ്മേഷിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ സൂചിപ്പിച്ച ഒരു ശാഠ്യം എന്നൊക്കെ പറയുന്ന, പൊതുവെ ഈ യന്ത്രങ്ങളുമായി മല്ലടിക്കുന്ന ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ചില ചെറിയ ശാഠ്യങ്ങൾ, ഒരു നിർമ്മല ഹൃദയനായിരുന്നെങ്കിലും സഹൃദയനായിരുന്നെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടത്, കാരണം ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷമാണ് കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ ഇവർ കൂടി അതിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്തായാലും ഒറ്റവാക്കിൽ പറയുന്ന ഇതാണ്, അതിൻ്റെ ആ കഥാതന്തുവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ, ഏറ്റവും അടുത്ത് നിൽക്കാൻ തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ സുസ്മേഷ് കുറേയും കൂടി ആ കമ്പനി പരിസരമായിട്ടൊന്ന് കൂടി അടുത്തിരുന്നെങ്കിൽ കുറേയും കൂടി ഒരു പച്ചയായ യാഥാർത്ഥ്യം പത്മനാഭൻ എന്ന കഥാകാരന് ഈ ചിത്രത്തിൽ, ഈ ബയോപിക്കിൽ കൊടുക്കാമായിരുന്നു. നല്ല വിധം, പ്രത്യേകിച്ച് കാർത്തിക്കൊക്കെ നന്നായി ചെയ്തു, എല്ലാ ക്രൂവും നന്നായിട്ട് വർക്ക് ചെയ്തു. തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കും. സുസ്മേഷ് എല്ലാവർക്കും അറിയുന്ന പോലെ വളരെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എഴുത്ത് ചെറുകഥയിൽ തന്നെയാണ്. ഒരു ചെറുകഥാകൃത്ത് എന്ന നിലക്ക് പഴയ തലമുറയിൽ നിന്ന് ഹിമാലയ സാനുക്കളോളം ഉയർന്നു നിൽക്കുന്ന ഒരു മഹാ ചെറുകഥാകൃത്തിനെ വായിക്കുകയും ഒപ്പം ഒരു ചെറുകഥാകൃത്ത് എന്ന നിലക്ക് അദ്ദേഹത്തിന് സുസ്മേഷ് നൽകുന്ന ഒരു ട്രിബ്യൂട്ടായി ഞാൻ ഈ സിനിമയെ കാണുകയാണ്. തീർച്ചയായും പ്രതിഭകൾ ആദരിക്കപ്പെടേണ്ടതാണ്. അത് അദ്ദേഹത്തിൻ്റെ മേഖലയിൽ നിന്നല്ല മറ്റൊരു കലാരൂപം ഉപയോഗിച്ചാണെങ്കിൽ പോലും പ്രതിഭകളെ അവർക്ക് അവരുടെ നിലവിൽ ആസ്വാദകരല്ലാത്ത ഒരു സമൂഹത്തിന് കൂടി പരിചയപ്പെടുത്തേണ്ടതാണ്. സമൂഹത്തിൻ്റെ ബഹുമാനം അവർക്ക് കരഗതമാക്കേണ്ടതാണ്. അതൊരു വലിയ ദൗത്യമാണ് സുസ്മേഷ് ഇതിലൂടെ നിർവഹിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മറ്റൊന്ന്, ഒരു ഡോക്യുമെൻ്ററിക്ക് സംഭവിക്കാവുന്ന വിരസത വരാതെ
എന്നാൽ കൃത്യമായി ആ വ്യക്തികൾ തന്നെ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ എടുത്തുകൊണ്ട് പത്മനാഭൻ സാറ്, അദ്ദേഹത്തിൻ്റെ സഹായിക്കുന്ന 2 സഹായികൾ, അവർ യഥാർത്ഥ ജീവിതത്തിലെ വ്യക്തികളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ചിത്രം സാധ്യമാകുന്നത് അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റേതെങ്കിലും ഒരു ബയോപിക് കൃത്യമായ ആളുകളെ കൊണ്ട് അഭിനയിപ്പിച്ച് ചെയ്യുന്നത് താരതമ്യേന എളുപ്പമാണ്. ഇത് കൃത്യം യഥാർത്ഥ ജീവിതത്തിലെ വ്യക്തികളെ വിരസതയില്ലാതെ അവതരിപ്പിക്കുക, സിനിമയിൽ ഉദ്ദേശിച്ച രീതിയിൽ അവരെ അണിനിരത്തുക എന്നുള്ളത് അങ്ങേയറ്റം ശ്രമകരമാണ് എന്ന് ഉറപ്പാണ്. അതിനുവേണ്ടി സുസ്മിഷ എടുത്തിട്ടുള്ള എഫർട്ട് വളരെ വലുതായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അത് മാത്രമല്ല, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ചില ഭാഗങ്ങൾ ഈ 3 പേരുടെയും ഭാഗത്തു നിന്ന് സുസ്മിഷ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതിനൊക്കെ എത്രയോ ഇരട്ടി സമയം അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് ഊഹിക്കാവുന്നതാണ്. അത്തരത്തിൽ മഹത്തായ ഒരു സൃഷ്ടിയാണ് ഈ സിനിമയിലൂടെ, നളിനകാന്തിയിലൂടെ സുസ്മിഷ മലയാള സിനിമയ്ക്കും സാഹിത്യാസ്വാദകർക്ക് കൂടി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു. നളിനകാന്തി ഒരു ബയോപിക് എന്ന നിലയ്ക്കാണ് അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിലും അതിന് സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ഫോർമാറ്റിൽ ചെയ്യാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു ഭാവുകത്വം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പത്മനാഭനെ സംബന്ധിച്ച്, പത്മനാഭനെ വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരിറ്റ് മഞ്ഞുതുള്ളി ഇങ്ങനെ താഴേക്ക് തൂങ്ങി ഏത് നിമിഷവും നിലം പതിക്കാമെന്ന അവസ്ഥയിൽ വിഷാദം തൂങ്ങി നിൽക്കുന്ന കഥകൾ എന്നാണ് എനിക്ക് എല്ലാ കഥകളെ സംബന്ധിച്ചും എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഒരു മായികമായൊരു ഒറ്റപ്പെടൽ അത് വലിയൊരു പരിധിവരെ ഈ ബയോപിക്കിലൂടെ സുസ്മേഷ് മുഴുവൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. ആകെ ഒരു അഭിപ്രായം വ്യത്യസ്തമായി എനിക്ക് തോന്നിയത്, സുസ്മേഷ് ബയോപിക് ചെയ്യുമ്പോൾ, പത്മനാഭനെക്കുറിച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ കഥാപരിസരങ്ങളെക്കുറിച്ച് പ്രതീക്ഷിച്ചു എന്നുള്ളൊരു അത് ഞാൻ സുസ്മേഷിനോട് പറയുകയുണ്ടായി. പ്രത്യേകിച്ചും ഗൗരി, മഖൻ സിംഗ് ഒക്കെ പോലുള്ള കഥകളുടെ ആ കഥാപരിസരങ്ങളിലേക്കും കൂടി ഉള്ള ഒരു എത്തിയതോട്ടം. പ്രത്യേകിച്ചും കഥാകൃത്ത് തന്നെ ഗൗരിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കഥകളിൽ പെട്ടതാണ് ഗൗരി. അപ്പോൾ അതുകൂടി ചെയ്തിരുന്നു എങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഗംഭീരമാണിപ്പോൾ തന്നെ, അക്കാര്യത്തിലൊരു സംശയമില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഒരു ബയോപിക് എന്നതിനപ്പുറം ആ കഥകളുടെ പരിസരങ്ങളിലേക്കുള്ള ഒരു നോട്ടം എന്നുള്ളത് കൂടി വേണ്ടിയിരുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നിയത്. സുസ്മേഷ് തീർച്ചയായും വളരെ അഭിനന്ദനാർഹമായ, വളരെ വിജയകരമായ ഒരു ഉദ്യമം ആണ് ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അതുപോലെ കാർത്തിക്, മറ്റ് എല്ലാ ടെക്നിക്കൽ ക്രൂവും എല്ലാവരും വളരെ ഒരു ടീം എന്നുള്ള നിലയ്ക്ക് ഇതിലേക്ക് ഹൃദയമർപ്പിച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എല്ലാ അഭിനന്ദനങ്ങളും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ജോർജ് ജോസഫ് കെ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം, സുസ്മേഷ് ധിക്കാരിയായ, അല്ലെങ്കിൽ എല്ലാവരും കാണുമ്പോൾ വന്ന് കാണുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്ന ടി പത്മനാഭനെ മാറി നിന്നിട്ട് ചീത്ത വിളിക്കുന്ന ഒരു സത്യമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മുന്നരിച്ചവും ഇടപെടലുകളിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ഒരു റിയാക്ഷനൊക്കെ കൊണ്ടിട്ട് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം എറണാകുളത്ത് വരുമ്പോൾ ഷെണൈസ് തിയേറ്ററിൻ്റെ തൊട്ടടുത്ത് അവിടെ ഒരു ക്യൂൻസ് ഹോട്ടലുണ്ട്. അപ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോൾ എന്നെ വിളിക്കും. ഞാനിവിടെ ബോറടിച്ചിരിക്കുകയാണ്, പ്രസംഗിക്കാനായിട്ട് പോണതിന് കുറച്ച് മുമ്പ് നീ ഒന്ന് വന്നിട്ട് നമുക്ക് ഇച്ചിരി നേരം വർത്തമാനം പറഞ്ഞിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ നമ്മളോട് പറയും. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇദ്ദേഹം ഒരു കഥ എഴുതുന്ന വേറൊരു വ്യക്തിയോടാണ് ഇതൊക്കെ പറയുന്നത്. ഒരു സാധാരണക്കാരനോട് പറഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ ഈ കഥ എഴുതുന്ന ഒരാളോട് പറഞ്ഞാലൊരു അപകടം എന്ന് പറഞ്ഞാൽ ഇയാളത് അപ്പം തന്നെ കൊണ്ടുപോയി വേറൊരു കഥാകൃത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടും പറയും അവൻ ചൊവ്വല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഭയങ്കരമായിട്ട് പറയും. അത് മാധവിക്കുട്ടീനെ മുതലേ എം ടി വാസുദേവൻ നായർ വരെ
എല്ലാ ആളുകളെക്കുറിച്ചും പുള്ളിയുടെ നിശ്ചിതമായ ആ ഒരു നിലപാടാണ് പുള്ളി പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെയുള്ള പത്മനാഭനെയാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത്. 2, ഞാൻ നനഞ്ഞ ചുവരുകൾ എന്ന് പറയുന്ന കഥ എഴുതുമ്പോൾ എനിക്ക് പത്മനാഭനെ അറിയില്ല, അദ്ദേഹത്തെ എനിക്കും അറിയില്ല. എന്നെ ആദ്യമായിട്ട് അദ്ദേഹം കണ്ടപ്പോൾ ഗുരുവായൂർ വെച്ചിട്ട്, അന്ന് കൂടെ യുവഗാതറുണ്ട്. അപ്പോൾ ഈ DC ബുക്സ് തിരഞ്ഞെടുത്ത കഥകൾ എല്ലാ വർഷവും ഇങ്ങനെ ഇറക്കും. അന്ന് 82 ഇറക്കിയ ആ പുസ്തകത്തിൽ MT മുതലേ T പത്മനാഭൻ, മാധവിക്കുട്ടി, അവസാനം ജോർജ് ജോസഫ് കെ ഉണ്ട്. അപ്പം ഞാൻ ഈ കോവിലെൻ്റെ വീട്ടിലേക്ക് പോകാൻ വഴിയറിയാതെ അവിടെ കിടന്ന് ഇങ്ങനെ ചുറ്റിക്കളിക്കുക. അപ്പോൾ ഇദ്ദേഹം എന്നെ കണ്ടു, കുടം മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ഭയങ്കര ഉയരമുള്ള മനുഷ്യനാണ്, ഞാനിത് ഭയങ്കര ചെറുതും. എന്നിട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ കഥയില ആ അമ്മ ആ ചെളി ഇങ്ങനെ നഖം കൊണ്ട് ചുരണ്ടി മാന്തി തിന്നുന്ന ആ ഭ്രാന്തി തള്ള, അതെൻ്റെ കണ്ണ് നനയിച്ച്. എന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് വിടുന്നില്ല എന്നെ. എന്നിട്ട് അടാ ഗാദറെ, അനക്കറിയാമോ ഇവനാരാണെന്ന് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കഥയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്ത്. അപ്പോൾ അന്ന് മുതലുള്ള ഒരു ആത്മബന്ധം, ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഞാൻ വിളിച്ചാൽ എടുക്കത്തില്ല, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കണ്ണൂർ ജൂറിയായിട്ട് അവിടെ യുവജനോത്സവത്തിൻ്റെ പരിപാടിക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് വഴക്കിട്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, പപ്പേട്ട എനിക്കൊന്ന് കാണണമല്ല, നീ എന്തിനാണ് എന്നെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് എന്നെ കണ്ട് അടങ്ങുമെന്നുള്ളതുണ്ട്. ഞാൻ പറഞ്ഞുണ്ട്, അന്ന് വേഗം വന്നു പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു സ്ഥായിയായിട്ടുള്ള ഒരിക്കലും ഉള്ളൊരു ഭാവമൊന്നും അദ്ദേഹത്തിനില്ല. എനിക്ക് തോന്നണത് സുസ്മേഷിനെ അത് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മറ്റുള്ളവരോട് വഴക്കിടുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു നന്മയുടെ ചെറിയ ഒരു അനക്കമൊക്കെ ഒന്നും കൂടി കാണിച്ചിരുന്നെങ്കിൽ ഗംഭീരമാകും. അല്ലാതെ തന്നെ ഇത് ഗംഭീരമല്ല എന്നല്ല, ഒത്തിരി പിഴവുകളും പറ്റിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. സംഗീതവും അതുപോലെ തന്നെ അതിലെ ഗ്രാഫിക്സ്, ചിത്രം എല്ലാം നന്നായിട്ടുണ്ട്. എങ്കിലും ചില ഇടങ്ങളിൽ അത് ഫുൾഫിൽ ചെയ്യാതെ പോകുന്നു എന്നുള്ളൊരു പ്രതീതി. കാരണം ഞാൻ ഏത് കഥ എഴുതുന്നവർ എൻ്റെ അടുത്ത് വരുമ്പോഴും PF മാത്യൂസ് ആണെങ്കിലും ജോസഫ് മരിയനാണെങ്കിലും സോക്രട്ടീസ് വാലത്താണെങ്കിലും അവരെഴുതിയ കൃതിയെ അത്യധികം അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് ആകാശത്തേക്ക് വിടുന്നൊരു പ്രകൃതം എനിക്കില്ല. അതിലെ കുറവുകൾ കാണിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ലെജൻഡിനെ ഇതുപോലെ അടയാളപ്പെടുത്താനായിട്ട് കഴിഞ്ഞത് അത് സുസ്മേഷിന് മാത്രമാണ്. പക്ഷേ അതിനകത്ത് സംഗീതം, അതിൻ്റെ ഫോട്ടോഗ്രാഫി, എല്ലാ നിലയിലും ഇതൊരു നല്ല വർക്ക് തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി വേറെ ആരും ഇവിടെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കഥയുടെ പരിസരങ്ങളിലേക്ക്, കഥാപാത്രങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ള സംസാരങ്ങൾ എല്ലാം പൂർണ്ണമായിട്ട് ഇപ്പം വന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയും കൂടി വന്നിരുന്നെങ്കിൽ ഇത് അദ്ദേഹത്തിന് സമ്മാനിക്കാവുന്ന ഏറ്റവും നല്ലൊരു ദൃശ്യ സ്മാരകമായിട്ട് മാറുമായിരുന്നു. അതിനിയും ഇപ്പോൾ സിനിമ ഒരിക്കലും ഒരിടത്ത് ചെയ്തതുകൊണ്ട് മുഴുവൻ തീർന്നു പോയി നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ഗ്യാപ്പും കൂടി ഇതിൻ്റെ എഡിറ്റിങ്ങിൽ ഇനിയൊന്നും കൂടി റീവർക്ക് ചെയ്ത് അദ്ദേഹത്തിനെ കാണിക്കണമെന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ചിന്താധാരകളിലൂടെയോ എങ്ങനെയെങ്കിലും സുസ്മേഷിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണിച്ചാൽ കുറച്ചും കൂടി ഇത് ഭംഗിയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. ഇതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ള വാക്കുകൾ ഇത്രയും സത്യസന്ധമായി തന്നെ പറയട്ടെ. അതായത് നമുക്ക് പ്രകാശം പരത്തുന്ന പെൺകുട്ടി കാരണം കാണിക്കുന്നുണ്ട് അതിനകത്ത് മക്കൻ സിംഗിൻ്റെ മരണമൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാകാരൻ്റെ കഥാപാത്രങ്ങളോടുള്ള ആ കഥാപാത്രം അദ്ദേഹത്തെ എങ്ങനെ വേട്ടയാടി, അല്ലെങ്കിൽ എങ്ങനെ സന്തോഷിപ്പിച്ചു, എങ്ങനെ നിലകൊണ്ടു എന്നൊക്കെയുള്ള കാര്യം കുറച്ചും കൂടി വന്നിരുന്നെങ്കിൽ അത് കുറേ കൂടി ഭംഗിയാകുമെന്നായിരുന്നു എൻ്റെ എളിയ അഭിപ്രായം. അത് വിയോജിപ്പുണ്ടെങ്കിൽ ക്ഷമിക്കണം. സുസ്മേഷ് ഇനിയും എൻ്റെ അഭിപ്രായത്തിൽ MTM കൂടി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു എളിയ ആഗ്രഹം. നന്ദി, നമസ്കാരം. ആദ്യമേ എല്ലാവർക്കും നന്ദി. പടം കാണാൻ വന്ന് ക്ഷമയോടുകൂടി ഇരുന്നു.
ഒരു വലിയ കാര്യമാണ്. മറ്റൊന്ന്, ഈ സിനിമ സാധ്യമാക്കിയതിൻ്റെ നിർമ്മാതാവ് ടി കെ ഗോപാലൻ. അദ്ദേഹമാണ് എൻ്റെ കഴിഞ്ഞ പടത്തിനും പൈസ ഒന്ന് സഹായിച്ച്. അദ്ദേഹം അങ്ങനെ ഒരു സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസറോ സിനിമ എടുക്കാനും മാത്രം ശേഷിയുള്ള ഒരാളോ അല്ല. കലയോട് താല്പര്യമുള്ള ടി കെ പത്മിനി എന്ന പെയിൻറ്ററുടെ ചേച്ചിയുടെ മകനാണ്. അപ്പോൾ ആ ഒരു ബന്ധം കൊണ്ട് കലയോടും കലാകാരന്മാരോടുള്ള അടുപ്പവും അവർ ചെയ്യുന്ന പ്രയത്നവും അറിയാവുന്നത് കൊണ്ട് ചെയ്യുന്നതാണ് സത്യത്തിൽ ഈ സാമ്പത്തിക സഹായം. പക്ഷെ അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ 2 ബയോപിക്കുകൾ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ 2 സിനിമയുടെയും നിർമ്മാതാവ് ടി കെ ഗോപാലൻ. പിന്നെ എനിക്ക് ഈ 2 സിനിമയും സാധ്യമാക്കാൻ സഹായിച്ച എൻ്റെ സഹപ്രവർത്തകരാണ്. കാരണം എനിക്കറിയാൻ മേലാത്ത ഒരു പണി ചെയ്യാൻ ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളുകൾ തന്നെ അതിൻ്റെ കൂടെ വരണം. അതിൻ്റെ ഈ 2 ചിത്രത്തിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് പ്രഗത്ഭരായിട്ടുള്ള ഒരു ടീമാണ്. എൻ്റെ പ്രൊഡ്യൂസറെ പോലെ തന്നെ ഞാൻ എൻ്റെ സഹപ്രവർത്തകരെയും അത് ഓർക്കുന്നു, കാണുന്നു. അവരോടാണ് എൻ്റെ ഏറ്റവും വലിയ കടപ്പാട്. അതുപോലെ തന്നെയാണ് തിരശ്ശീലിൽ കാണുന്ന ആളുകൾ, അഭിനേതാക്കളായിട്ട് വരുന്നവരും. പിന്നെ ഫിലിം സൊസൈറ്റി പ്രവർത്തകർ. ഇപ്പോൾ കേരളത്തിൽ ഈ സിനിമയ്ക്കും കഴിഞ്ഞ സിനിമയ്ക്കൊക്കെ ഇത്രയും ഷോസ് സംഘടിപ്പിക്കാൻ സാധിച്ച ഫിലിം സൊസൈറ്റി പ്രവർത്തകരുള്ളത് കൊണ്ടാണ്. അതിൽ നിന്നിപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ബീം സഹകരിക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന ഈ ഒരു സിനിമ ജനങ്ങളെ കാണിക്കാനൊരു വഴിയില്ലാതെ പോകും. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളിന്ന് കണ്ടതൊരു സാധാരണ ഒരു MP4-ൻ്റെ കോപ്പിയാണ് നമ്മളിന്നിവിടെ സ്ക്രീൻ ചെയ്ത് കണ്ടത്. അപ്പോൾ ആ സറൗണ്ട് സൗണ്ടിൻ്റെ രംഗനാഥ് രവി ഭംഗിയായിട്ട് ചെയ്ത ശബ്ദ ക്രമീകരണമൊന്നും നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിവിടെ പടം മാത്രമേ കണ്ടുള്ളൂ. അത് അതിൻ്റെ ഫോട്ടോഗ്രാഫി നമ്മൾ ചെയ്ത ആ കളർ സ്കീം അതും നമുക്ക് അത്ര നന്നായിട്ട് നമുക്ക് കാണാൻ ഇവിടെ പറ്റില്ല. അപ്പോൾ അതൊക്കെ സാധിക്കുന്നത് സാധാരണ തിയേറ്റർ ആംബിയൻസിൽ സാധാരണ തിയേറ്റർ ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടി നമ്മളൊരു പടം കാണിക്കുമ്പോഴാണ്. പക്ഷേ അത് പലപ്പോഴും ഈ ചെറിയ പടങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ എടുക്കുന്ന സമാന്തര സിനിമകൾക്ക് സാധിക്കാതെ പോകുന്നു. അവിടെയാണ് കേരളത്തിലെ ഫിലിം സൊസൈറ്റികൾ ഒരു വലിയ അത്താണിയായിട്ട് നിലവിൽ നിലനിൽക്കുന്നത്. ഇന്നലെ ഇരിഞ്ഞാലക്കുട ഫിലിം സൊസൈറ്റിയുടെ ചലച്ചിത്രോത്സവത്തിൽ പടം കാണിച്ചിരുന്നു. തിയേറ്ററിലായിരുന്നു. നല്ല ഷോ ആയിരുന്നു അത്. അതിന് മുൻപ് കട്ടപ്പന കാണിച്ചു. ഇനിയിപ്പോൾ നാളെ മൂവാറ്റുപുഴ ലതയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മുന്നിട്ട് ഇറങ്ങുന്ന പ്രവർത്തകർ, ചലച്ചിത്ര ആസ്വാദകർ, കാണികൾ, അവരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് അതിന് വഴിയുണ്ടാക്കുന്നത് അവരാണ്. മറ്റൊന്ന് ടി പത്മനാഭനാണ്. ഞാനിങ്ങനെ ഒരു ശ്രമം ആഗ്രഹിച്ച സമയത്ത് അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ എന്നെ നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ അന്ന് ഇതിന് പ്രൊഡ്യൂസറൊന്നും ആയിട്ടില്ല, ഗോപാലേട്ടനൊന്നും ഈ പദ്ധതിയെപ്പറ്റി കേട്ടിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് ഇത്തരം താല്പര്യങ്ങളില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു 2-3 തവണ ഞാൻ പോയി കണ്ടതിന് ശേഷമാണ്, എന്നാൽ അങ്ങനെ പോയി കാണാനും മാത്രമുള്ള അടുപ്പമോ പരിചയമോ എനിക്ക് അദ്ദേഹത്തോടില്ല. പക്ഷേ മലയാള സാഹിത്യത്തിൽ ഇപ്പോൾ ഈ സിനിമയിൽ പറയുന്ന പോലെ തന്നെ 90 വയസ്സിന് ശേഷവും എഴുതിക്കൊണ്ടിരിക്കുന്ന 1 വർഷവും 4-5 കഥ വീതം എഴുതുന്ന ആ കഥകൾ നല്ലതോ മോശമോ എന്നുള്ളതിൻ്റെ വിലയിരുത്തലൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ 95 വയസ്സായിട്ടും തൻ്റെ കർമ്മമേഖലയിൽ ഏതാണ്ട് 75 വർഷത്തിലധികമായി വ്യാപരിക്കുന്ന മേഖലയിൽ ഒരു തടവുമില്ലാതെ ഒരാൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ എഴുതുന്ന ഇന്ന് മലയാളത്തിലെ 4-5 എഴുത്തുകാരിൽ, നിരൂപകരും സർഗാത്മക എഴുത്തുകാരും അടക്കമുള്ളവരുടെ എണ്ണം എടുത്താൽ 4-5 പേരിൽ ഒരാളാണ് ടി പത്മനാഭൻ. നിർഭാഗ്യവശാൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഫുട്ടേജ് പോലും പുറത്തില്ല. അദ്ദേഹം ടെലിവിഷന് വേണ്ടി ചെയ്തിട്ടുള്ള അഭിമുഖങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗവേദിയിൽ നിന്നിട്ടുള്ള പ്രസംഗങ്ങളോ അല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുന്ന ഒരു ഷോട്ട് പോലും, ഒരു വീഡിയോ ഫുട്ടേജ് പോലും കേരള സമൂഹത്തിലില്ല. അപ്പോൾ 75 വർഷത്തിലധികമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ കാണണം എന്നാഗ്രഹിക്കുന്ന വായനക്കാരെന്ത് കാണും? അത് സ്വന്തം MD അടക്കമുള്ള ആളുകൾക്ക് ആ ഭാഗ്യം ഒരുപാടുണ്ടായിട്ടുണ്ട്. നമ്മുടെ എല്ലാ എഴുത്തുകാർക്കും തന്നെ ഏറെക്കുറെ അത് കിട്ടിയിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള ഡോക്യുമെൻറ്റേഷനുകളുണ്ട്, PRD ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെക്കുറിച്ചാണ് ഒന്നുമില്ലാതിരുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് പുറപ്പെട്ടത്. അതിനപ്പുറത്ത് മലയാളത്തിലൊരു എഴുത്തുകാരൻ എന്നതിനപ്പുറത്ത് എനിക്ക് ടി പത്മനാഭനോട് വ്യക്തിബന്ധങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള കടപ്പാടുകളോ ഇല്ല. പക്ഷേ ഇത് ഞാൻ സാഹിത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ആളെന്നുള്ള നിലയിൽ എൻ്റെ ഒരു കടപ്പാടായിട്ട്, കടമയായിട്ട് ഞാൻ അതിനെ കാണുന്നു. അത് ഇനി വരാനിരിക്കുന്ന കാലത്താണ് ഈ സിനിമയുടെ പ്രസക്തി. നിങ്ങളെ പറഞ്ഞ എല്ലാ പോരായ്മകളും കുറ്റങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. അത് ഞങ്ങൾക്കും അറിയാം, പടത്തിൻ്റേതായ പോരായ്മകൾ ഞങ്ങളെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് എക്സ്ക്യൂസുകൾ ധാരാളമുണ്ട്. അതൊരിക്കലും ആസ്വാദകരുടെ മുമ്പിൽ പറയേണ്ടതില്ല, പറയേണ്ട ആവശ്യവുമില്ല. കല ആസ്വദിക്കുന്നവർക്ക് അതൊന്നും അതിനിടയിൽ ഒരു മാനദണ്ഡമല്ല. പക്ഷേ ഈ ചിത്രത്തിൻ്റെ പ്രസക്തി ഇനി വരാൻ പോകുന്ന ഒരു കാലത്തായിരിക്കും. അന്ന് അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ച എന്തുകൊണ്ട് പടത്തിലില്ല എന്നതിൻ്റെ ഒരു മറുപടിയും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നത്. കാരണം അത് അദ്ദേഹത്തിൻ്റെ കൃതികൾ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ
75 വർഷത്തിലധികം നീണ്ട രചനാ സപര്യ, അതിൻ്റെ ക്രമബദ്ധമായ വളർച്ച അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലുണ്ട്. അത് അക്ഷരമില്ലാത്ത നശ്വരമായിട്ടുള്ള അക്ഷരങ്ങളിലൂടെ അത് കാലങ്ങളോളം നിൽക്കും മലയാള ഭാഷയുള്ളിടത്തോളം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം എങ്ങനെ ജീവിച്ചു, എങ്ങനെ പെരുമാറി, സഹജീവികളെ എങ്ങനെ കണ്ടു, പ്രകൃതിയെ എങ്ങനെ വീക്ഷിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം, അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള വേറൊരു കാര്യമാണ്. പക്ഷേ ആ ഉത്തരം കൊടുക്കാനുള്ളൊരു എളിയ ശ്രമം മാത്രമാണ് നളിനാഗാന്ധി. അത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ സംവിധാനം ഇല്ലാത്തത്. ഇപ്പം നിങ്ങൾക്ക് സുപരിചിതമായ പേരാണ് മെറിലി വിസ്ബോണ്ട്. കൊച്ചിയിലുള്ളവർക്ക് അറിയാൻ പറ്റും. കാരണം മാധവിക്കുട്ടിയുടെ വീട്ടിൽ കടവന്ത്രയിൽ വർഷങ്ങളോളം വന്ന് താമസിച്ചിട്ടാണ് അവർ ദ ലവ് ക്വീൻ ഓഫ് മലബാർ എന്നുള്ള പുസ്തകം എഴുതിയത്. പക്ഷേ മെറിലി വിസ്ബോണ്ട് എന്ന് പറയുന്നത് കാനഡയിലെ 1980കളിൽ കനേഡിയൻ ടെലിവിഷൻ പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രഗത്ഭയായ ലേഡിയാണ്. അവർ ധാരാളം സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. മാർഗരറ്റ് ആറ്റ്വുഡിനെ പോലെയുള്ള എഴുത്തുകാരെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ രചനകളുടെ പിന്നിലുണ്ടായിരുന്നത് എമിലി വിസ്ബോർഡാണ്. അത്തരം പ്രൊഡക്ഷൻസ് നടത്തിയത് കനഡ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. കേരളത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന എഴുത്തുകാർ മരിച്ചുപോയാൽ പോകുമെന്നുള്ളതല്ലാതെ ഒന്നും തന്നെയില്ല. ഇപ്പോൾ തകഴിയെക്കുറിച്ച് MD കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സഹായത്തോടു കൂടി ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഫിലിം നമുക്ക് കാണാനുള്ള യാതൊരു നിവൃത്തിയുമില്ല. ആ പടം എവിടെയാണെന്ന് പോലും, ആർക്കാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം എന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നത് നമ്മളാലാവുന്ന ഒരു പരിശ്രമം എന്നുള്ളതാണ്. അതിൻ്റെ അപൂർണതകൾ ആണ് അതിൻ്റെ വിധി എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. കാരണം നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല, ഇതിൻ്റെ ചിത്രീകരണം നടത്തിയത് 4 പേരും ഒരു കാറും ആണ്. 2 ക്യാമറാമാന്മാരും ഞാനും സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ആളും ഉൾപ്പെടുന്ന 4 പേര് 4 ഷെഡ്യൂളിലായി കണ്ണൂർ പോയി ഒരു കാറും കൊണ്ട് പോയിട്ട് മാറി വണ്ടി ഓടിച്ച് പോയി ചെയ്തൊരു പടമാണിത്. അപ്പോൾ അതും ഞാൻ പറഞ്ഞതാണ്, എക്സ്ക്യൂസുകൾ ഇവിടെ പറയേണ്ട ഒരു കാര്യമില്ലെങ്കിൽ പോലും പിന്നീടാണ് ബാക്കിയുള്ള എല്ലാ സാങ്കേതിക പ്രവർത്തകരും വന്നിട്ട് അവരവരുടെ ജോലി ചെയ്യുന്നത്. അവർക്ക് പോലും പരിമിതികളോടെ കൂടി മാത്രമേ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ഇത്തരത്തിലുള്ള ശ്രമങ്ങളുടെ ഒരു ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിധി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു സാരാംശം, ഈ ബയോപിക്കുകൾ ഉണ്ടാവേണ്ട ഒരു ആവശ്യകത നമ്മുടെ നാട്ടിലുണ്ട്. അതിന്ന് ജീവിച്ചിരിക്കുന്ന ഇപ്പോൾ സാനുമാഷും ലീലാവതി ടീച്ചറും ആനന്ദും മേതിലും ഒക്കെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ പല തുറകളിൽപ്പെട്ട എഴുത്തുകാർ, ഇതിൽ രാഷ്ട്രീയക്കാർ വരും, ചിത്രകാരന്മാർ വരും, മ്യൂസീഷ്യന്മാർ വരും, എഴുത്തുകാർ മാത്രമല്ല. ഞാൻ ആഗ്രഹിക്കുന്ന അവരുടെ ജീവിത പരിസരം നമ്മൾ അറിയണം. അവരെങ്ങനെ ഒരു ദിവസം ജീവിച്ചു, അവരെങ്ങനെയാണ് അവരുടെ ഡേ ടു ഡേ ലൈഫ് അവർ കൊണ്ടുപോയി, മറ്റുള്ളവരുടെ എങ്ങനെ ഇടപഴകിയിരുന്നു എന്നുള്ള ഒരു കാര്യം 1 മണിക്കൂറെങ്കിലും വീതമുള്ള ചിത്രങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാവാൻ നമുക്ക് പറ്റിയാൽ നല്ലത് എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. ഇവിടെ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള സംശയങ്ങൾ മറ്റുള്ളവരുടെ ചോദ്യത്തിലൂടെ തന്നെ വന്നു കഴിഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞതിലൂടെയും അത് കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ കൂടുതലായിട്ട് ഓരോന്നിനും എടുത്ത് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഒരു സന്തോഷം വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നത്, ഇത്തരത്തിലുള്ളൊരു ശ്രമത്തിന് ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർക്ക് പത്മിനി ചെയ്ത സമയത്ത് അതിൽ അഭിനയിച്ച ഐലിനും എൻ്റെ അനുജൻ സുമേഷ്, അവൻ്റെ മകൾ അമുദ അവരുണ്ട്. ഇപ്പോൾ ഈ വർക്ക് ചെയ്തപ്പോൾ രംഗനാഥ് രവി, ഫിലിം എഡിറ്റർ റിഞ്ചു ഞാനും കൂടി ഒരു 10-14 തവണ ഇരുന്നിട്ടാണ് ഈ പടത്തിൻ്റെ ഒരു എഡിറ്റിംഗ് പൂർത്തിയാവുന്നത്. അതിന് തന്നെ ഏതാണ്ട് 1 വർഷത്തിനടുത്തെടുത്തിട്ടുണ്ട്. കാരണം മണിക്കൂറുകളോളമുള്ള 8-10 മണിക്കൂറുകളോളമുള്ള ഇദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ നിന്ന് ഒരു വിരസതയില്ലാത്ത 90 മിനിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ശ്രമകരമായ ജോലി ചെയ്ത ആളാണ് ഫിലിം എഡിറ്റർ റിഞ്ചു. അപ്പോൾ റിഞ്ചുവായിട്ടുള്ള ആ ദീർഘമായ ഇരിപ്പുകൾക്കകത്ത് നിന്നാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ രംഗനാഥ് രവി, മലയാളത്തിൽ ഏറ്റവും പ്രശസ്തനായ തിരക്കേറിയ ശബ്ദ സംവിധായകൻ, നമ്മളുടെ കൂടെ ഒരു ചെറിയ പടത്തിന് വേണ്ടി വരുന്നു എന്നുള്ളതൊക്കെ എന്നെ കണ്ടിട്ടല്ല, അത് ഞാൻ തിരഞ്ഞെടുക്കുന്ന പ്രമേയങ്ങൾ കണ്ടിട്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ടി കെ പത്മിനി ആയാലും ടി പത്മനാഭനായാലും അവഗണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മലയാളത്തിലെ അടയാളങ്ങളാണ്. ഞാനല്ല അവിടുത്തെ പ്രസക്തി, ആ വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർക്കിലും ഈ വർക്കിലും എല്ലാം ഇവർ എന്നോടൊപ്പം നിൽക്കുന്നത്. അതൊരു വലിയ സന്തോഷം. അതുപോലെ തന്നെ കാണാൻ വരുന്ന പ്രേക്ഷകർ, ഇപ്പോൾ 4 ഷോ അടുപ്പിച്ചുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പ്രദർശനത്തിനെല്ലാം തന്നെ വന്നു ചേർന്ന ആളുകൾ സാഹിത്യത്തോട് മാത്രം ഇഷ്ടമുള്ളവരാണെന്ന് ഞാൻ കരുതുന്നില്ല. സാഹിത്യം വായിക്കുന്നവരും മാത്രമാണെന്നും കരുതുന്നില്ല. സാഹിത്യം വായിക്കാത്തവരും സാഹിത്യത്തോട് ഇഷ്ടമില്ലാത്തവരും പക്ഷെ കേട്ടറിഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു ബന്ധം, അതായത് ഒരു സിനിമയോടും കലാരൂപത്തോടും ഒരു എഴുത്തുകാരനോടും അതുണ്ടാക്കുന്ന കുറച്ച് ആളുകളോടുമൊക്കെ നമ്മുടെ സമൂഹം കാണിക്കുന്ന ആ ഒരു ബന്ധം, ഒരടുപ്പം, അതാണ് നമ്മുടെ ഈ സാംസ്കാരിക ലോകത്തെ ഭദ്രമാക്കുന്നത്. ഈ സിനിമയുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് വെറും സാഹിത്യ വിദ്യാർത്ഥികളല്ല. അപ്പോൾ ആ ഒരു ബന്ധമുണ്ടാക്കാൻ ആളുകൾ മുന്നിട്ട് വരുമ്പോഴാണ് ഒരു സമൂഹവും അതിലെ കലാരൂപങ്ങളും ഒപ്പം അതിൻ്റെ ഒരു ഭദ്രതയും കൃത്യമായിട്ട് നിലനിൽക്കുക. അതിന് പങ്കെടുക്കുന്ന ഓരോരുത്തരോടും
നന്ദി പറയുന്നു. ഇന്നിവിടെ ഷോ സംഘടിപ്പിച്ച മെട്രോ ഫിലിം സൊസൈറ്റി, അതുപോലെ ബീം, അവരോട് നന്ദി പറഞ്ഞാൽ തീരില്ല. പ്രത്യേകിച്ച് ഈ പടം ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ അതിശയത്തോടു കൂടി കാണുകയുണ്ടായി. കാരണം ജോർജ് ചേട്ടൻ ഒരു സ്കൂട്ടർ ഓടിച്ച് വരുന്നത് ഈ പ്രൊജക്ടറും ഇതിൻ്റെ ആ വലിയ നീണ്ട കേബിള് ചുറ്റിയ വലിയൊരു വയറും ബാനർ വെക്കാനുള്ള ബോർഡും ഒക്കെ എടുത്തിട്ട് ഒരു മനുഷ്യൻ വരികയാണ്. അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ എഫർട്ട് എന്ന് നമ്മൾ സ്വയം തോന്നിപ്പോകും. എന്തിനു വേണ്ടിയിട്ടാണ് ഒരാൾ ഈ കഷ്ടപ്പെടുന്നത്? അപ്പോൾ എല്ലാ ഫിലിം സൊസൈറ്റിയിലും കഴിഞ്ഞ ദിവസം കട്ടപ്പന പോയപ്പോൾ രാത്രി 10-11 മണി വരെ നിന്ന് പ്രൊജക്ടർ റൂമിൽ തിയേറ്ററിൽ നിന്നിട്ട് സൗണ്ട് ശരിയാക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി 3-4 ആളുകൾ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, ഒരു പ്രയത്നവുമില്ലാത്ത ഒരു പ്രതിഫലവുമില്ലാത്ത ഈ പ്രയത്നം എന്തിനു വേണ്ടിയിട്ടാണ് കുറേ മനുഷ്യരെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്, ഒരു സമൂഹം അത് അതിൻ്റെ മതേതര കലാബോധ സാംസ്കാരിക സ്വഭാവം കൃത്യമായും ഭദ്രമായും സൂക്ഷിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ തന്നെയാണ് വേണ്ടത്. അതിന് കൂടെ നിൽക്കുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നത്. നമ്മളാണ് ഈ സമൂഹത്തിന് അല്പമെങ്കിലും പ്രകാശം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ. നന്ദി. ബീബിൻ്റെ സാരഥിയായിട്ട് വന്നിട്ടുള്ള രവിചേട്ടൻ എന്താ പറയാനുള്ളത് നോക്കാം. അതിനുശേഷം സാങ്കേതിക വിദഗ്ധരുടെ അനുഭവങ്ങളും കൂടി പങ്കുവയ്ക്കുന്നതാണ്. പ്രിയപ്പെട്ട സുസ്മേഷ്, മറ്റ് സുഹൃത്തുക്കളെ, ഈ സംരംഭവുമായിട്ട് സഹകരിക്കാൻ ബീമിന് സാധിച്ചതിൽ സന്തോഷവും അഭിമാനവുമുണ്ട്. ഞങ്ങൾ 41 വർഷമായിട്ട് എറണാകുളത്ത് സാംസ്കാരിക പ്രവർത്തനത്തിലും അതുപോലെ ഈ കലാപരിപാടികൾക്ക് വേദിയൊരുക്കുന്ന ഒരു സംഘടനയാണ്. 1983 തുടങ്ങി ബീം പ്രവർത്തനം തുടങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഏതാനും വർഷങ്ങൾക്ക് ശേഷം ബീം ഫിലിം സൊസൈറ്റി എന്ന ഒരു പ്രസ്ഥാനത്തിനും നമ്മൾ രൂപം കൊടുത്തിരുന്നു. കുറേ നാളുകൾ ബീം ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫിലിം പ്രദർശനങ്ങളും ഒക്കെ നടത്തി. കേരളത്തിലെ ഫിലിം സൊസൈറ്റികൾ ഒരു പ്രതിസന്ധി അനുഭവിച്ചപ്പോൾ ആ ഘട്ടത്തിൽ ഇങ്ങനെ സിനിമകളെ പ്രദർശിപ്പിക്കാൻ സാധിക്കാതെ അതിന് കാഴ്ചക്കാരില്ലാതെ ഒക്കെ ഫിലിം സൊസൈറ്റി ബീം ഫിലിം സൊസൈറ്റി നിന്നു പോവുകയുണ്ടായത്. പക്ഷേ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചും ബീം ഇപ്പോഴും 476 മാസം പിന്നിട്ട് ഒരു ഇടവേളകളില്ലാതെ കോവിഡ് കാലത്തും ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു മാസവും മാത്രമേ ഏതെങ്കിലും പരിപാടി നടത്താൻ കഴിയാതിരുന്നിട്ടുള്ളൂ. അങ്ങനെ തുടർന്ന് പോവുകയാണ്. ഏതായാലും മെട്രോ ഫിലിം സൊസൈറ്റി ഇത്തരം ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ അതിൽ സഹകരിപ്പിച്ചതിലും വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ സിനിമ അതിനെ സംബന്ധിച്ച് ഇവിടെ പലരും അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായങ്ങൾ ഞാനും പലതും ഷെയർ ചെയ്യുകയാണ്. എനിക്ക് ആദ്യം തോന്നിയിരുന്നു ഇതിൽ ചില ആവശ്യമില്ലാത്ത ചില സീനുകളൊക്കെ അധികപ്പറ്റായിട്ട് എനിക്ക് ആദ്യം ഏറ്റവും വേഗം മനസ്സിലേക്ക് വരുന്നത് അത് നിങ്ങൾ ക്യാമറ വച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഒരു രംഗമായിരിക്കും. ആ പുതിയ ബെഡ് വാങ്ങിച്ചുകൊണ്ട് വരുന്നതും അത് അവിടെ ബെഡ്റൂമിൽ കൊണ്ട് ഇടുന്നതും ഒക്കെ അത് ക്യാമറ വെച്ചുകൊണ്ടിരുന്ന ആ സ്വാഭാവികത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ സിനിമയിൽ അത് ഒരു എഡിറ്റിങ്ങിൽ ഒരു തള്ളിക്കളയാവുന്നതോ ആയ ഒരു രംഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായി. അതേസമയം ഇതിൽ ഈ കഥകളിലൂടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൂടെ ഒന്ന് പോകേണ്ടതായിരുന്നു. പെയിൻറ്റിങ്ങും സംഗീതവും ഒക്കെ വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പെയിൻറ്റിങ്ങൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കഥാപാത്രങ്ങളെയും കുറച്ചൊക്കെ കഥാപാത്രങ്ങളിലൂടെയും കടന്നു പോകാമായിരുന്നു എന്ന് തോന്നിയിരുന്നു. ഏതായാലും അത് അത്തരം അഭിപ്രായങ്ങൾക്കൊന്നും ആ അഭിപ്രായങ്ങൾക്കൊക്കെ അപ്പുറം നല്ലൊരു ഡോക്യുമെൻ്ററി ചെയ്യാൻ സുസ്മേഷിനും ടീമിനും കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ക്ഷമിക്കണം, ഞാൻ പെട്ടെന്ന് കയറി അങ്ങ് പറഞ്ഞു. എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകർ കാർത്തിക് മണികണ്ഠനാണ് ഈ ചിത്രത്തിലെ ഒരു വേഷം ചെയ്തത്. കാർത്തിക് കഥകളി നടനാണ്. അതോടൊപ്പം തന്നെ സിനിമകളിൽ അഭിനയിച്ചു വരുന്നു. രംഗനാഥ് രവി 2 തവണ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ മൂന്നല്ലേ സ്റ്റേറ്റ് അവാർഡ്, സോറി.
ഇപ്പോൾ ഒടുവിൽ വന്ന പടം നിങ്ങൾക്കറിയാം മലൈക്കോട്ട വലുവൻ. അപ്പോൾ ഈ മയ്യോവിൻ്റെയൊക്കെ സൗണ്ട് ചെയ്ത് എല്ലാ രംഗനാണ്, അത് പോട്ടെ. അപ്പോൾ രംഗൻ, അതിനപ്പുറത്ത് രഞ്ജു വർഷങ്ങളായിട്ട് സിനിമയിൽ ഉണ്ട്. രഞ്ജു ബി അജിത് കുമാറിൻ്റെ അസോസിയേറ്റായിട്ട് വർഷങ്ങളോളം ഉണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ പടത്തിലും രഞ്ജു കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പടം എഡിറ്റ് ചെയ്ത രഞ്ജുവാണ്. അപ്പോൾ അവർക്ക് സംസാരിക്കാനുള്ളത് എന്താണെന്നുള്ളത് കേട്ടില്ല, ഞാൻ അവർക്കും കൂടി കൊടുക്കാം. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഒരു ദിവസം എനിക്കും ഈ ഇതുമായിട്ട് ഒരു ചെറിയ ആത്മബന്ധമുണ്ട്. ഈ മനീഷ് മാധവൻ എൻ്റെ നാട്ടുകാരനും കൂടിയാണ്. പാമ്പാക്കുട, എറണാകുളം ജില്ലയിലെ പാമ്പാക്കുടക്കാരനാണ് മനീഷ് മാധവൻ. അനുമോള് എൻ്റെ ഒരു ചെറിയ ഫ്ലാറ്റുണ്ട്, അതിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് അനുമോള് എന്നുള്ളതുകൊണ്ട് ഞാൻ അനുമോളെ വിളിച്ചായിരുന്നു സിനിമ കാണാനായിട്ട്. അപ്പോൾ അനുമോള് ചെന്നൈയിൽ ഒരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നൈയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആത്മബന്ധം കൂടി ഈ ചിത്രത്തിൻ്റെ പ്രവർത്തകരുമായിട്ട് അറിയാതെ വന്നുപോയി. എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല, ഇവർ സംസാരിച്ച പോലെ. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു 2.5 വർഷം മുന്നേ നമ്മളൊരു വെള്ളപ്പൊക്ക സമയത്താണ് നമ്മളത് ഷൂട്ട് ചെയ്യുന്നത് എറണാകുളത്ത്. ഒരു 5 ദിവസമായിരുന്നു എൻ്റെ ഷൂട്ടിംഗ് കാലാവധി എന്ന് പറയുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലുള്ളൊരു ടീമിൻ്റെ കൂടെ മനേഷേട്ടനായാലും DOP മനേഷേട്ടൻ, പിന്നെ ഇതിൻ്റെ പോസ്റ്റർ വന്നപ്പോഴാണ് രംഗൻ ചേട്ടനാണ് നമ്മുടെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളും ഒരുപാട് ടെക്നീഷ്യൻസും വർക്ക് ചെയ്തൊരു മൂവിയാണ്. അതുപോലെ ടി പത്മനാഭൻ എന്ന ലെജൻഡിനെ ഒരുപാട് അറിയാൻ പറ്റി. ഒരു ഈ സിനിമയും നമ്മുടെ ഇത് ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ സുസ്മേഷേട്ടൻ പറഞ്ഞിരുന്നു, വായിച്ചിട്ട് വന്നാൽ മതി. കുറേ പുസ്തകങ്ങളും എല്ലാം വായിച്ച് കുറേ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സുസ്മേഷനോട് നന്ദി, ഈ കഥാപാത്രം തന്നതിന് എല്ലാവരോടും നന്ദി. താങ്ക് യു. വളരെ പ്രഗത്ഭരായ രംഗനാഥ രവിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നതെന്ന് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ വിഷ്വൽസ് ചെയ്ത സഞ്ജയിനെ ഞാൻ സ്മരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പല അഭിപ്രായങ്ങളിൽ ഈ പറഞ്ഞ ഒരു ഇത് എനിക്കും തോന്നിയിരുന്നു, കുറേ കൂടി അദ്ദേഹത്തിൻ്റെ കഥാജീവിതത്തിലേക്ക് നമുക്ക് കടക്കാമായിരുന്നു. പിന്നെ ഒരു സജഷനുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലേക്ക് അനുമോളിന് പകരം മറ്റൊരു ഏതെങ്കിലും ചെറുപ്പമായിട്ടുള്ള ഒരു പുരുഷ ശബ്ദം മതിയായിരുന്നു, കുറച്ചുകൂടി അത് ആപ്റ്റായിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും സുസ്മേഷ് ഇനിയും പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ ഓരോ ബയോപിക്കുകളും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇത്രയും നേരം ഇവിടെ സന്നിധരായിരുന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗം VGVP സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. സുമേഷായിട്ട് വളരെ പഴയ അടുപ്പമുള്ളതാണ്. എഴുത്തുകാരനായ പത്രത്തിലുള്ള ഞാനൊരു എഡിറ്ററായിരുന്ന മാഗസിനിൽ ഉൾപ്പെടെ സുസ്മേഷ് എഴുതിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു അടുപ്പം ഉണ്ട്. ഇങ്ങനൊരു പത്മനാഭനെ കുറിച്ചുള്ള ഈ ബയോപിക് ഒരു അടയാളപ്പെടുത്തലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാനുള്ള ഒരു രേഖയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ആ നനുത്ത ഒരു സ്പർശം എല്ലാവരും മനസ്സിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇതുമായിട്ട് നമ്മൾ ഈ സിനിമ പ്രൊജക്റ്റ് ചെയ്യാനുള്ള സഹകരിച്ച ഭീമിൻ്റെ രവിചേട്ടനോടും ആ സംഘടനയോടും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇതിലെ അഭിനേതാവ് രംഗനാഥ്, പിന്നെ റിജു, ഇവരെ എല്ലാവർക്കും വേണ്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മെട്രോൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ തിയേറ്റർ നമുക്ക് ചെറിയ തുക, മറ്റു തിയേറ്ററിലൊക്കെ അപേക്ഷിച്ച് ചെറിയ തുകയ്ക്കാണ് നമുക്ക് തിയേറ്റർ തരുന്നത്. അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ നമ്മളുടെ ഈ പ്രോഗ്രാം 13.8 എന്ന ചാനൽ കവർ ചെയ്യുന്നുണ്ട്. അത് യൂട്യൂബിൽ കാണാവുന്നതാണ്. പിന്നെ നിങ്ങൾ വൈകിയ വേളയിൽ ഇവിടെ എത്തിച്ചേരുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.